Good morning, students. Welcome to today's class. Today we are discussing about image sampling or 2D sampling. നമ്മൾ നോർമൽ സാമ്പിളിംഗ് പഠിച്ചിട്ടില്ല, ഒരു സിഗ്നലിൻ്റെ അതായത് വൺ ഡയമെൻഷണൽ സിഗ്നലിൻ്റെ അതിനെ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഇങ്ങനെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റും. അതായത് ഡിസ്ക്രീറ്റ് ലെവൽസത്തെ പോയിന്റ്സ് മാത്രം എടുക്കും. ആൻഡോക് സിഗ്നൽ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് പോയിന്റ്സ് എടുക്കും. ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇത് ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രം എടുക്കും. അതുപോലെ തന്നെയാണ് ഇമേജ് സാമ്പിളിങ്ങും. ഓക്കെ, അപ്പോൾ ഇമേജ് സാമ്പിളിങ് അല്ലെങ്കിൽ 2D ഇമേജിനെ എങ്ങനെ സാമ്പിളിങ് ചെയ്യുക, അതായത് നമുക്ക് അനലോഗ് ആയിട്ടുള്ള ഇമേജിനെ ഡിജിറ്റലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. സാമ്പിളിങ് ഇസ് ദ പ്രോസസ് ഓഫ് മെഷറിംഗ് ദ ബ്രൈറ്റ്നസ് ഇൻഫോർമേഷൻ ഓൺലി എ ഡിസ്ക്രീറ്റ് സ്പേഷ്യൽ ലൊക്കേഷൻ. ഓക്കെ, ഇമേജ് സാമ്പിളിങ് അല്ലെങ്കിൽ 2D സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സാമ്പിളിംഗ് പ്രോസസ് ദാറ്റ് ഈസ് ബ്രൈറ്റ്നസ് ഇൻഫോർമേഷൻ ഓഫ് എ സ്പെസിഫിക്, അതായത് ഡിസ്ക്രീറ്റ് സ്പേഷ്യൽ ലൊക്കേഷനിലെ ബ്രൈറ്റ്നസ് മാത്രം മെഷർ ചെയ്യുന്നതിനാണ് ഡിസ്ക്രീറ്റ് വാല്യൂസ്, അതായത് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് കണ്ടിന്യൂസ് വാല്യൂസിന് പകരം ഒരു സ്പെസിഫിക് ലൊക്കേഷനിലുള്ള വാല്യൂസ് മാത്രം അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് മാത്രം യൂസ് ചെയ്യുന്നതിനാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മെഷർ ചെയ്യുന്നതിനാണ് സാമ്പിളിംഗ്. സോ ലെറ്റ് f of x comma y represent an analog image. It means that function of f of x comma is defined at each and every value of x and y. The discrete version of f of x comma y is obtained by defining f of x comma y at specific instant. അപ്പോൾ അനലോഗ് സിഗ്നലിന് അല്ലെങ്കിൽ അനലോഗ് ഇമേജിനെ നമുക്ക് എഫ് ഓഫ് എക്സ് കൊമ വൈ എന്നുള്ള ഫംഗ്ഷൻ ആക്കി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ എക്സ് വൈ എന്ന് പറയുമ്പോൾ എല്ലാ വാല്യൂസിലും, അതായത് എവറി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈയിലും ഇൻഫോർമേഷൻസ് ഉണ്ട്. ഓക്കെ, എക്സിലും വൈയിലും എല്ലാ എക്സ് ആൻഡ് വൈ വാല്യൂസിലും അതിൽ ബ്രൈറ്റ്നസ് വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി വാല്യൂസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെ എഫ് ഓഫ് എക്സ് കോമ വൈനെ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് വേർഷൻ ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിഫൈനിങ് എഫ് ഓഫ് എക്സ് കൊമ വൈ സ്പെസിഫിക്, എഫ് ഓഫ് എക്സ് കൊമ വൈ എല്ലാ എക്സ് വാല്യൂസിൻ്റെ വൈ വാല്യൂസിലും നമുക്ക് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അതിന് ഡിജിറ്റലൈസ് ചെയ്യണമെങ്കിൽ ഈ എക്സും വൈനും നമുക്ക് സ്പെസിഫിക് വാല്യൂസ് മാത്രം, ഇൻസ്റ്റൻ്റ് ഉള്ള വാല്യൂസ് മാത്രം സെലക്ട് ചെയ്താൽ ആ ഒരു അനലോഗ് ഇമേജിനെ നമുക്ക് ഡിജിറ്റൽ ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് ഇൻഫോർമേഷൻസ് നമ്മൾ ഓരോ ടൈമിലുള്ള ഇൻഫോർമേഷൻ എടുക്കാതെ ഒരു സ്പെസിഫിക് ടൈം ഇൻ്റർവെല്ലുള്ള ഇൻഫോർമേഷൻസ്, അല്ലെങ്കിൽ ഒരു ഇമേജ് ആണെങ്കിൽ ഒരു സ്പെസിഫിക് ലൊക്കേഷനിലുള്ള ഇമേജസ് മാത്രം, പിക്സൽ വാല്യൂസ് മാത്രം സെലക്ട് ചെയ്തിട്ട് അതിനെ ഇമേജ് റെഡിയാക്കുക. ഓക്കെ, സോ അനലോഗ് ഇമേജ് ആയിരിക്കും എന്തായാലും ക്ലിയർ ആസ് കമ്പയർഡ് ടു ഡിജിറ്റൽ ഇമേജ്. ബിക്കോസ് നമുക്കറിയാം അനലോഗ് ഇമേജിൽ നമുക്ക് ഫുൾ സ്കെയിലിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരുപോലെയുള്ളതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ വാല്യൂസ് ഡിസ്ക്രിറ്റൈസ് ചെയ്യാം. അനലോഗ് എന്ന് പറയുമ്പോൾ അതിനെ പ്രോസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, മാത്രമല്ല സേവ് ചെയ്യാൻ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെയാണ് സേവ് ചെയ്യേണ്ടത്. സോ കമ്പ്യൂട്ടർ പി സി അതിലൊക്കെ സേവ് ചെയ്യാൻ പറയുമ്പോൾ ഡിജിറ്റലൈസ് ആയിട്ട് സേവ് ചെയ്യണം. സോ അനലോഗ്സ് ആയിട്ടുള്ള ഡാറ്റനെ ഡിജിറ്റലായിട്ട് ഡാറ്റ നമുക്ക് കൺവേർട്ട് ചെയ്തേ പറ്റൂ. സോ അത് നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ ആ ഡിജിറ്റൽ ഡാറ്റ അത്രയും കപ്പാസിറ്റി കൂടും, അതുപോലെ തന്നെ ക്ലാരിറ്റി കൂടും. പക്ഷേ നമ്മൾ നന്നായി സാമ്പിൾസ് കുറക്കുകയാണെങ്കിൽ ക്ലാരിറ്റി നന്നായിട്ട് കുറയും. സോ അതിനൊക്കെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ നോർമലി പറഞ്ഞ പോലെ നിക്കിസ് ക്രൈറ്റീരിയ എന്നൊക്കെ പറഞ്ഞ പോലെ ക്രൈറ്റീരിയ ഉണ്ട്. ആവറേജിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സാമ്പിൾ ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാൻ, എന്നാലും നമുക്ക് കറക്റ്റ് ഇമേജ് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ this is ഇത് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന എഫ് ഓഫ് എം കോമ എൻ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എം ഡെൽറ്റ എക്സ് ഇൻറ്റു എൻ ഡെൽറ്റ വൈ. സ്പെസിഫിക് ഇൻ്റർവെല്ലിൽ മാത്രമുള്ള സാമ്പിൾസ് എടുത്തു എന്ന് പറഞ്ഞു. ഇതാണ് ഡിജിറ്റൽ സിഗ്നൽ വാല്യൂ. ദാറ്റ് ഇസ് എഫ് ഓഫ് എം കോമ എൻ ഇസ് ഈക്വൽ ടു അനലോഗിന് കറസ്പോണ്ടിങ് ടു എഫ് ഓഫ് എം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ. ഈ എം എൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് വാല്യൂസ് ആണ്. ആൻഡ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പിക്സൽ വാല്യൂസ് ആണ്. ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ പറയുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ ആണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു പൊസിഷനിൽ നമുക്കൊരു പിക്സൽ വാല്യൂ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് പിക്സൽ വാല്യൂ സെലക്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രിറ്റൈസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫസ്റ്റ് സ്ക്വയർ, അതായത് ഒരു സെലക്ട് ചെയ്ത ഒരു പിക്സൽ വാല്യൂ ആണ് അവിടുത്തെ എം എങ്കിൽ നെക്സ്റ്റ് പിക്സൽ വാല്യൂ M2, M1, M2 ഇവർ തമ്മിലുള്ള ഡ്യൂറേഷനാണ് ഡെൽറ്റ എക്സ്. സോ ഇത് ഈ ഓരോ പോയിന്റ്സും ഡെൽറ്റ എക്സിനോട് കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഹോൾ ഇമേജ് കിട്ടും, അതായത് അനലോഗ് ഇമേജ് കിട്ടും. ഓക്കെ, സോ എം ഇൻറ്റു ഡെൽറ്റ എക്സ് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള ഡ്യൂറേഷൻ, എൻ എന്ന് പറയുമ്പോൾ എൻ വൈ ഡയറക്ഷനിലുള്ള പിക്സൽ വാല്യൂ ആൻഡ് വൈ ഡയറക്ഷനിലുള്ള ഡ്യൂറേഷൻ. സോ ദിസ് ഇസ് ദ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിജിറ്റൽ ആൻഡ് അനലോഗ്സ്.
ഇവിടെ ഡിജിറ്റൽ സിഗ്നൽ നമ്മൾ ഡിറൈവ് ചെയ്യാണ് ഫ്രം അനലോഗ് സിഗ്നൽ. ഓക്കെ, ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ എന്ന പോസിറ്റീവ് റിയൽ കോൺസ്റ്റൻസ് ആണ്, അവരതിൻ്റെ ഡ്യൂറേഷനാണ്. അതായത് ദ സാമ്പിളിംഗ് പീരീഡ് അറൗണ്ട് എക്സ് ആൻഡ് ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് ഓക്കെ ഞാൻ പറഞ്ഞു എക്സിലുള്ള സാമ്പിളിംഗ് പീരീഡ് ഡെൽറ്റ എക്സും എക്സ് ആക്സിലുള്ളത്, വൈ ആക്സിസിലെ സാമ്പിളിംഗ് ടൈം ഡെൽറ്റ വൈ ആണ്. The sampling image f of m comma n is equal to f of m delta x into n delta y. The first equation where m and n are integers. Then delta x and delta y are sampling intervals. Okay. We had time domain to frequency domain take Fourier transform. Time domain frequency domain to convert we Fourier transform എടുക്കണം. ഇവിടെ ടൈം ഡൊമൈൻ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് എന്തിനാ കൺവേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ടൈം ഡൊമൈനിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ വളരെ കൂടുതൽ നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിൽ ആ ഇമേജിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കിട്ടും. മാത്രമല്ല നമുക്ക് പ്രോസസ് ചെയ്യുമ്പോഴൊക്കെ മോർ കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. സോ നമുക്ക് ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ ആദ്യം ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇവിടെ ടൈം ഡൊമൈനിലുള്ള സിഗ്നൽ എഫ് ഓഫ് എക്സ് കോമ വൈ ആണ്, അതിൻ്റെ ഒമേഗ ടേമിലോട്ട് കൺവേർട്ട് ചെയ്യണം, അതായത് ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാൽ അതിൻ്റെ സ്പെക്ട്രം കിട്ടുള്ളൂ. സ്പെക്ട്രത്തിൽ നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ ഇത് അപ്പോൾ അങ്ങനെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് മാറ്റാൻ നമ്മൾ ഫോറിയർ സീരീസ് മെത്തേഡാണ് യൂസ് ചെയ്യുക. സോ Fourier series and equation ആണ് f of omega is equal to integral minus infinity into infinity f of t into e raised to minus j omega t dt. The Fourier series and equation. That is frequency domain f of omega is equal to minus infinity infinity time domain f of t into e raised minus j omega t dt. So ഇതിനെ 2D Fourier transformലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ we get f of omega 1 ഒമേഗ 2. ഈ ഒരു ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനലോഗ് സിഗ്നലിൽ ഉണ്ടാവുന്ന ഒമേഗയാണ്. സോ എഫ് ഓഫ് ഒമേഗ 1 ഒമേഗ 2 2D ഇമേജ് ആയതുകൊണ്ട് ഒമേഗ 1 ഒമേഗ 2 രണ്ട് ടേംസ് ഉണ്ടാവും. സോ ഇൻ്റഗ്രൽ രണ്ടെണ്ണം ഉണ്ടാവും, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 2D ആയതുകൊണ്ട് എഫ് ഓഫ് ടിക്ക് പകരം നമുക്ക് തന്ന അനലോഗ് ഇൻഫർമേഷൻ എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 1 എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ 2 വൈ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ടി വൈ. Now on taking inverse Fourier transform, ഇതിന്റെ inverse Fourier transform എടുക്കുമ്പോൾ f of x, y is equal to എന്നുള്ള ഫോം ആയിരിക്കും. സോ f of x, y is equal to ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ 1/2π മൾട്ടിപ്ലൈ ചെയ്യാറാണ് അല്ലേ. Fourier transformൽ നമ്മൾ ഇൻവേഴ്സ് എടുക്കുമ്പോൾ 1/2π മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ഇവിടെ രണ്ട് ഇന്റഗ്രേഷൻ ഉണ്ടായതുകൊണ്ട് 1/2π ഇൻറ്റു 1/2π ഉണ്ടാവും. സോ വി ഗെറ്റ് 1/4π². രണ്ട് 1/2π കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2D Fourier transform 1/2π into 1/2π we get 1/4π². Then minus infinity to infinity f of x y equal to ആയതുകൊണ്ട് this will come inside inverse Fourier transform ആയതുകൊണ്ട്. So f of omega 1 omega 2 e raised to plus j omega 1 x e raised to plus j omega 2 y dx. Okay, dx dy എന്ന് വരുന്നത് ഇത് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴാണ്. ഇവിടെ omega 1 omega 2 ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. So d omega 1 d omega 2. Okay. Put this equation as 3. When we perform sampling of analyzed signal f of x, y, the values are specified only at specific instance. Like sampling ചെയ്യുമ്പോൾ specific instance മാത്രമേ values ഉണ്ടാവുള്ളൂ. Right? Take inverse Fourier transform of the sample signal. Sample signalന്റെ inverse Fourier. അപ്പോൾ ഇത് f of x, y എന്ന് വരുമ്പോഴൊക്കെ ഇതെന്താണ് അനലോഗ് സിഗ്നൽ ആണ്. ഈ അനലോഗ് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിജിറ്റലൈസ് ചെയ്യണം, സാമ്പിൾ ചെയ്യണം. അപ്പോൾ ഡിസ്ക്രീറ്റ് ലെവൽസിൽ മാത്രമേ ഇതിന്റെ ഇൻഫോർമേഷൻസ് ഉണ്ടാവുള്ളൂ. സോ എഫ് ഓഫ് എക്സ് വൈക്ക് പകരം നമ്മൾ എഴുതി എഫ് ഓഫ് എൻ എൻ ഇസ് ഈക്വൽ ടു 1/4π² ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഒമേഗ 1 ഒമേഗ 2 ഇ റേസ് ടു ജെ ഒമേഗ 1. എക്സിന് പകരം നമ്മൾ എന്തായിരുന്നു എഴുതിയിരുന്നത്, എം എൻ ഇസ് ഈക്വൽ ടു എം ഡെൽറ്റ എക്സ് അറിയണം. അതായത് എക്സ് എന്നുള്ള ഫുൾ കവർ ചെയ്യുന്നതിന് പകരം ആ എമ്മിന്റെ വാല്യൂ എക്സ് ആക്സിലുള്ള ആ വാല്യൂ ഇൻറ്റു അതിന്റെ ഡ്യൂറേഷൻ, മറ്റത് വൈ ആക്സിലുള്ള വാല്യൂ ഇൻറ്റു അതിന്റെ ഡ്യൂറേഷൻ അല്ലേ. സോ എക്സിനെ റീപ്ലേസ് ചെയ്ത് എം ഇൻറ്റു ഡെൽറ്റ എക്സും അതുപോലെ തന്നെ വൈനെ റീപ്ലേസ് ചെയ്ത് എൻ ഇൻറ്റു ഡെൽറ്റ വൈ എന്ന് കൊടുക്കാം. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, അതിനെ ഡിജിറ്റൽ ഫോമിലോട്ട് കൺവേർട്ട് ആയി. ദിസ് ഇസ് ഇക്വേഷൻ 4. ഇനി ഡിജിറ്റൽ ഫോമിലോട്ട് മൊത്തമായിട്ട് കൺവേർട്ട് ആയിട്ടില്ല. അപ്പൊ ഇനി എന്തൊക്കെ കൺവേർട്ട് ചെയ്യണം, ഈ ഒമേഗ ഡിജിറ്റൽ ഫോമാറ്റ് ഇത് അനലോഗ് ഒമേഗ ആണ്, ഇതിനെ ഡിജിറ്റൽ ഒമേഗ ആക്കണം. ഇതിനെ അതുപോലെ തന്നെ ഡിജിറ്റലൈസ് ചെയ്യണം. ഇവിടെ വരുന്ന ഒമേഗനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഡിജിറ്റലൈസ് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ ഡിസ്ക്രീറ്റ് സിഗ്നലിന്റെ കേസിൽ ദാറ്റ് ഈസ് ഒമേഗ 1, ദാറ്റ് ഈസ് അനലോഗ് ഡിജിറ്റൽ സിഗ്നൽ ഒമേഗ 1 ഇൻറ്റു ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ 1, ഒമേഗ 2 ഇൻറ്റു ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു ഒമേഗ 2. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് അനലോഗ് ഫ്രീക്വൻസിനെ, അതായത് അനലോഗ് ഒമേഗ 1നെ ഡിജിറ്റലൈസ് ഫ്രീക്വൻസി ഒമേഗ 1 ആക്കാൻ വേണ്ടി നമ്മൾ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഒമേഗ 1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഒമേഗ 1, ഒമേഗ 2 ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ഒമേഗ 2. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് ഈ ഒമേഗയാണ്,
ഈ ഒമേഗനെ നമ്മൾ അപ്പോൾ എങ്ങനെ റീപ്ലേസ് ചെയ്യും? ദാറ്റ് ഈസ് omega 1 equal to this omega 1 by delta x and omega 2 is equal to omega 2 by delta x. So omega 1 omega 2 ഉള്ളിടത്തൊക്കെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിന്റെ വാല്യൂസ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഒമേഗയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ ഇത് കറക്റ്റ് ഡിജിറ്റൽ സിഗ്നൽ ആവുള്ളൂ അല്ലേ, ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ഒമേഗ 1 ഒമേഗ 2 കിട്ടി. ഇനി നമുക്ക് ഈ ഒമേഗ 1 ഒമേഗ 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത വാല്യൂ കിട്ടണം. കാരണം നമുക്ക് ഇവിടെ ഡി ഒമേഗ 1 ഡി ഒമേഗ 2 കൺവേർട്ട് ചെയ്യാണ്ട്. സോ for that d omega 1 is equal to, okay, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. omega 1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d omega 1 equal to d omega 1 by delta x, d omega 2 is equal to d omega 2 by delta y. എന്നിട്ട് ഈ എല്ലാ വാല്യൂസ് ഒമേഗ 1ന്റെ വാല്യൂവും ഡി ഒമേഗ 1ന്റെ വാല്യൂവും നമുക്ക് ഈ ഒരു ഫോർത്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we get f of m comma n is equal to 1 by 4 pi square integral minus infinity to infinity. Okay, integral minus f of omega 1 പകരം we wrote omega 1 by delta x, omega 2 ന് പകരം okay omega 1 omega 2 ന് പകരം omega 2 by delta y, then e raised to j, okay, e raised to j, and then e raised to j omega 1 m delta x ആണ്. So omega 1 equal to this omega 1 into delta x. So omega 1 delta x ഇവിടെ ഓൾറെഡി ഉണ്ട്. സോ ഇതിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് ഈ omega 1 കൊടുക്കാം. ഇവിടെ അതുപോലെ തന്നെ omega 2 delta y എന്നുണ്ട്. സോ അതിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് omega 2 കൊടുക്കാം. സോ ജസ്റ്റ് m delta, okay, j omega 1 m e raised to j omega 2 n ആയിരിക്കും. ഇനി നെക്സ്റ്റ് d omega 1 d omega 2 നെ d omega 1 by delta x into d omega 2 by delta y. Okay, ഈ ഡെൽറ്റ എക്സ് 1 ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു 1 ബൈ ഡെൽറ്റ വൈ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കാം. സോ 1 ബൈ 4 സ്ക്വയർ ഡബിൾ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1 ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ ഇതിനെ പുറത്ത് കൊണ്ടുവന്നു. d omega 1 delta x omega 2 delta y is d omega, okay, d omega 1 d omega 2 1 by delta x delta y നെ പുറത്തെടുത്തു. ഓക്കെ, സോ എല്ലാം ഇവിടെ ഡിസ്ക്രിറ്റൈസ്ഡ് ആയി അല്ലേ. ഡെൽറ്റ 1 ഒമേഗ 1ന്റെ വാല്യൂസ് ഒക്കെ ഒമേഗന്റെ വാല്യൂ ഡിസ്ക്രിറ്റൈസ് ചെയ്തു. അതുപോലെ തന്നെ എക്സിന്റെ വാല്യൂ ഒക്കെ ഡെൽറ്റ എക്സ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്തു. സോ ദിസ് ഇസ് ദ ഫൈനൽ ഇക്വേഷൻ ഫോർ ഡിജിറ്റൽ ഇമേജ്. ഓക്കെ, അനലോഗ് ഇമേജിന് ഡിജിറ്റൽ ഇമേജിലോട്ട് കൺവേർട്ട് ചെയ്ത ഫൈനൽ ഇക്വേഷൻ ആണ് എഫ് ഓഫ് എം കോമ എൻ ഈക്വൽ ടു ദിസ് ഇക്വേഷൻ. ഓക്കെ, now to evaluate we split the 2D image into k1 square. So integral minus infinity to infinity ആകുമ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാതെ നമ്മൾ ഇവിടെ ഈ ഒരു ഇമേജിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ k1 സ്ക്വയേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇമേജിനെ നമ്മൾ ഫുൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് കുറേ എന്താണ് പിക്സൽസിന്റെ കോമ്പിനേഷൻ ആണ് ഇമേജ്. സോ ഓരോ k1 സ്ക്വയേഴ്സ് ആയിട്ട് നമുക്ക് ഈ ഒരു ഇമേജിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ k1 സ്ക്വയേഴ്സ് ഹൊറിസോണ്ടലി നമ്മൾ k1 സ്ക്വയർ, അതായത് എക്സ് ആക്സിൽ k1 സ്ക്വയേഴ്സ് എല്ലാം കൂടി ഇവാലുവേറ്റ് ചെയ്യുക. അതിന്റെ ഓരോ സ്ക്വയറിന്റെ ഏരിയ 4 പൈ സ്ക്വയർ, അതുപോലെ തന്നെ y ആക്സിലുള്ള ഏരിയയും k2 സ്ക്വയേഴ്സിനെ കൗണ്ട് ചെയ്യുക. അതിന്റെ ഓരോ k2 സ്ക്വയേഴ്സിന്റെ ഏരിയ 4 പൈ സ്ക്വയർ ആയിരിക്കും. അവരുടെ സ്പേസിങ് വിത്ത് എക്സ് വൈ ആ ഒരു രണ്ട് സ്ക്വയേഴ്സ് തമ്മിലുള്ള സ്പേസിങ് that be 2 pi k1 by delta x and 2 pi k2 by delta y. ഓക്കെ, ഇതാണ് അവർ തമ്മിലുള്ള സ്പേസിങ്. സോ നമ്മൾ ഫുള്ളായിട്ട് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ചെയ്യാൻ പകരം നമ്മൾ ഹോൾ ഇമേജിനെ സ്ക്വയേഴ്സ് ആക്കിയിട്ട് ആ ഓരോ സ്ക്വയർ 4 പൈ സ്ക്വയർ ഏരിയ ഉള്ള സ്ക്വയേഴ്സിനെ തമ്മിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ സ്ക്വയേഴ്സ് തമ്മിലുള്ള സ്ക്വയേഴ്സിനെല്ലാം കൂടി സമ്മേഷൻ ചെയ്താൽ മതി. സ്ക്വയേഴ്സിനെല്ലാം സം ചെയ്യുമ്പോൾ അവർ സ്ക്വയേഴ്സിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും അല്ലെ. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സ്ക്വയേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പിനെ നമ്മൾ 2 pi k1 by delta x and 2 pi k2 by delta y y ആക്സിലും 2 pi k1 by delta x x ആക്സിലും ആയിട്ട് നമ്മൾ എടുത്തിട്ട് ഡ്യൂറേഷനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്.
സോ നമുക്ക് ഒമേഗ വണ്ണിൻ്റെ ഒമേഗ ടുവിൻ്റെ റേഞ്ച് ചേഞ്ച് ആവും. ദാറ്റ് ഈസ് മൈനസ് പൈ പ്ലസ് ടു പൈ കെ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ വൺ ലെസ് ദാൻ ഇസ് ഈക്വൽ ടു പൈ പ്ലസ് ടു പൈ കെ വൺ. അവരുടെ ആ ഡ്യൂറേഷനും കൂടി കൂട്ടിയിട്ട് ഓക്കെ മൈനസ് പൈ ടു പൈ ആണ് പ്ലസ് അതിൻ്റെ അവരുടെ ആ ഡ്യൂറേഷനും കൂട്ടിയിട്ട് സിമിലർലി ഒമേഗ ടു അതുപോലെ തന്നെ കെ ടു ആയിരിക്കും റീപ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷന് ഫൈനൽ ഇക്വേഷനെ നമുക്ക് ഇന്റഗ്രൽ എന്ന് പറഞ്ഞ പകരം നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്തിട്ട് എഴുതാം. സോ എഫ് ഓഫ് എം കോമ എൻ ഇസ് ഇക്വൽ ടു 1/4π² ഡബിൾ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ചെയ്യുന്നതിന് പകരം സ്ക്വയേഴ്സ് ആക്കി മാറ്റുക. K1 K2 എന്നുള്ള സ്ക്വയേഴ്സ്, ഹൊറിസോണ്ടലി K1 എന്നുള്ളത് വെർട്ടിക്കലി K2 എന്നുള്ള സ്ക്വയേഴ്സ് ആക്കി മാറ്റുക. then 1/Δx Δy എന്നിട്ട് ഈ സ്ക്വയേഴ്സിന് സം ചെയ്യുക. ദാറ്റ് ഈസ് സം ഓഫ് K1 സം ഓഫ് K2 എല്ലാ സ്ക്വയേഴ്സിനെയും സം ചെയ്യുന്നു. f of omega 1/Δx omega 2/Δy e raised to omega 1 e raised to omega 2 d omega 1 d omega 2. ഓക്കെ, സോ അത്ര ചേഞ്ച് വരുത്തി. സോ ഈ ഒരു ലിമിറ്റിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇൻ ഓർഡർ ടു ചേഞ്ച് ദ ലിമിറ്റ്, ഇവിടെ സ്ക്വയർ K1 K2 സ്ക്വയേഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ സ്ക്വയേഴ്സിന്റെ റേഞ്ച് പറഞ്ഞിട്ടില്ല. ആ റേഞ്ച് നമുക്ക് മാറ്റാനും വേണ്ടി ഓക്കെ ഈ ഒരു ഇന്റഗ്രേഷന്റെ ലിമിറ്റിൽ ചേഞ്ച് വരുത്താനും വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒമേഗന്റെ ലിമിറ്റ് മൈനസ് പൈ പ്ലസ് ടു പൈ കെ വണ്ണും പ്ലസ് പൈ പ്ലസ് ടു പൈ കെ വൺ ആണ്. സോ ഈ ഒരു ഒമേഗ എന്നുള്ള ഒമേഗ വണ്ണിന്റെ റേഞ്ചിനുള്ളത് ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കും. സോ ഒമേഗ വൺ മൈനസ് ടു പൈ കെ വൺ ആയിട്ട് ഒമേഗ വണ്ണും ഒമേഗ ടു മൈനസ് ടു പൈ കെ ടു ആയിട്ട് ഒമേഗ ടു ചേഞ്ച് ചെയ്താൽ നമുക്ക് ലിമിറ്റ് മൈനസ് പൈ ടു പൈ എന്ന് കൊടുക്കാം. റൈറ്റ്, സോ ആ ഒരു രീതിയാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ലിമിറ്റേഷനെ സ്ക്വയർ എന്നുള്ളത് മൈനസ് പൈ ടു പൈ എന്ന് കൊടുത്തു. 1/Δx Δy K1 K2 എഫ് ഓഫ് ഒമേഗ വണ്ണിന് പകരം റീപ്ലേസ് ചെയ്തു. ഒമേഗ വൺ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? മൈനസ് പൈ ടു പൈ വരണമെങ്കിൽ ഒമേഗ വൺ വിൽ ബി ഈക്വൽ ടു ഒമേഗ വൺ മൈനസ് ടു പൈ കെ വൺ, അതുപോലെ തന്നെ ഒമേഗ ടു മൈനസ് ടു പൈ കെ ടു. ഓക്കെ, ഇവിടെ വരുന്ന ഒമേഗ വണ്ണും അങ്ങനെ ചേഞ്ച് ചെയ്തു, ഒമേഗ ടുവും അതുപോലെ ചേഞ്ച് ചെയ്തു. 2 മൈനസ് ടു പൈ കെ ടു എന്ന് കൊടുത്തു. റൈറ്റ്, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇ റേസ് ടു എന്നുള്ളത് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക ചെയ്യുന്നത്. ബാക്കിയൊക്കെ അതുപോലെ വെച്ചിട്ട് ഇ റേസ് ടു ജെ ഒമേഗ വൺ എം ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടു എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ടു പൈ കെ വൺ എം ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ടു പൈ കെ ടു എൻ. ഓക്കെ, ഈ ഇ റേസ് ടു ജെ ഈ ഒരു സംഭവത്തിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ദിസ് വാല്യൂ വിൽ ബി ഇ റേസ് ടു മൈനസ് ജെ തീറ്റ മീൻസ് കോസ് തീറ്റ മൈനസ് ജെ സൈൻ തീറ്റ. സോ ഇവിടെ 2π മൾട്ടിപ്പിൾസ് വരിക. സോ കോസ് 2π മൈനസ് ജെ സൈൻ 2π, സൈൻ 2π 0 ആണ്. സോ കോസ് 2π ആൾവേസ് 1 ആയിരിക്കും. സോ ഈ രണ്ട് ടേമും നമുക്ക് 1 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ആ ടേംസ് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഇക്വേഷൻ എഴുതി. ഓക്കെ, സോ ലിമിറ്റ് ഒക്കെ കറക്റ്റ് ആയി. മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് പോയി, കറക്റ്റ് ലിമിറ്റ് ആയി. സോ ദിസ് ഇസ് ദ ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ ഡിജിറ്റലൈസ് ഇമേജ് അനലോഗ് ഇമേജിനെ ഡിജിറ്റൽ ഇമേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത ഫൈനൽ ഇക്വേഷൻ ആണ്. ദാറ്റ് ഇസ് എഫ് ഓഫ് എം കോമ എൻ ഈക്വൽ ടു 1/4² ഡബിൾ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ 1/Δx Δy സിഗ്മ K1 സിഗ്മ K2 എഫ് ഓഫ് ഒമേഗ 1 മൈനസ് 2π K1/Δx ഒമേഗ 2 മൈനസ് 2π K2/Δy ഇൻറ്റു ഇ റേസ് ടു ഒമേഗ എൻ എം ഇ റേസ് ടു ഒമേഗ 2 എൻ ഡി ഒമേഗ 1 ഡി ഒമേഗ 2. ഇതാണ് ഫൈനൽ ഡിജിറ്റലൈസ്ഡ് Fourier transform ആയിട്ടുള്ള നമ്മുടെ ഇമേജിന്റെ ഇക്വേഷൻ. ഓക്കെ, ഡിജിറ്റൽ ഇമേജിന്റെ ഇക്വേഷൻ. The above sample signal can be achieved by multiplying analog signal f of x, y with a 2D comp function. ഇത്രയാണ് ഉള്ളത്. അപ്പൊ ഇതൊരു മെത്തേഡാണ്. അതായത് അനലോഗ് സിഗ്നൽ ഫൊറിയറിലോട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് അതിന്റെ 2D ഫോറിയർ സീരീസ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എല്ലാ അനലോഗിനെയും നമ്മൾ ഡിജിറ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ലിമിറ്റ് ചേഞ്ച് ചെയ്ത് ചെയ്യുന്ന ഒരു രീതി ഡിജിറ്റൽ ആക്കുന്നത്. ഈ നെക്സ്റ്റ് നമുക്ക് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ആക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് സെക്കൻഡ് മെത്തേഡ്. അതായത് മൾട്ടിപ്ലൈങ് ദ അനലോഗ് സിഗ്നൽ വിത്ത് എ 2D കോം ഫംഗ്ഷൻ. അതായത് നമ്മൾ ഡെൽറ്റ ഫംഗ്ഷൻ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഒരു 2D കോം ഫംഗ്ഷൻ ആയിട്ട് നമ്മുടെ അനലോഗ് സിഗ്നൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡിസ്ക്രീറ്റ് വാല്യൂസിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇൻഫോർമേഷൻ കിട്ടുള്ളൂ. 2D കോംബ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഓരോ വാല്യൂസ് ഡിസ്ക്രീറ്റ് വാല്യൂസിൽ മാത്രം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. സോ ഈ ആംപ്ലിറ്റ്യൂഡിലെ വാല്യൂസ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. ആംപ്ലിറ്റ്യൂഡ് ഇല്ലാത്ത വാല്യൂസ് ഒക്കെ 0 ആയിട്ട് പോകും. സോ നമുക്ക് ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രം കിട്ടും. സോ അങ്ങനെ അനലോഗിനെ ഡിജിറ്റൽ ആക്കാനുള്ള സെക്കൻഡ് മെത്തേഡാണ് അനലോഗ് സിഗ്നൽ മൾട്ടിപ്ലൈഡ് ബൈ അനലോഗ് ഇമേജ് ഇസ് മൾട്ടിപ്ലൈഡ് ബൈ എ 2D കോം ഫംഗ്ഷൻ. ഓക്കെ, കോം ഫംഗ്ഷന്റെ ഇക്വേഷൻ ആണ് കോം ഫംഗ്ഷന്റെ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി മൈനസ് എൻ ടി. n is the integer and t is the duration. Okay, n പറഞ്ഞാൽ ആ ഒരു വാല്യൂ t ഡ്യൂറേഷൻ ആണ്. ഓക്കെ, then next capital T ആണ് അതിലുള്ള ഡ്യൂറേഷൻ.
അപ്പോൾ ഇതാണ് ഒരു കോം ഫംഗ്ഷൻ്റെ ഒരു ഫിഗർ. എക്സ് ആക്സ് വൈ ആക്സ്. എക്സ് ആക്സിൽ രണ്ട് സാമ്പിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സും വൈ ആക്സ് രണ്ട് സാമ്പിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റ വൈയും. അതിൽ രണ്ട് ഒരു ഡിസ്ക്രീറ്റ് പോയിന്റ്സിൽ മാത്രമേ നമുക്ക് ഡാറ്റാസ് ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ അനലോഗിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഒരു പോയിന്റ്സിൽ മാത്രമേ അനലോഗ് സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഡിജിറ്റലൈസ് ആയി. ഇതിന്റെ ഒരു വ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഓരോ പോയിന്റിൽ മാത്രം ഇങ്ങനെ വാല്യൂസ്, ഓക്കെ, ഡിസ്ക്രീറ്റ് വാല്യൂസ്. അപ്പോൾ ഈ കോം ഫംഗ്ഷന്റെ നമ്മൾ 2D കോം ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ this equation will become combo of x, y, delta x, delta y. അതിന്റെ എല്ലാ വേരിയബിൾസ് എടുത്തു ഈക്വൽ ടു സിഗ്മ k1 equal to minus infinity and k2 equal to minus infinity del of. ഇനി ഇതെങ്ങനെ വരുന്നത്, അതായത് n equal to minus, ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്മുടെ k1 ഉം k2 ആണ്. സോ ഈ സിഗ്മന്റെ n equal to minus infinity പറയുന്നതിന് പകരം നമ്മൾ k1 ഉം k2 ഉം minus infinity പറഞ്ഞു. അത് k1 സ്ക്വയേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഡെൽ ഓഫ് ടി മൈനസ് എൻ ടി, ഇവിടെ ടി എന്ന് പറഞ്ഞാൽ എക്സും വൈ ആണ്. സോ ഫസ്റ്റ് ഡെൽ ഓഫ് എക്സിന്റെ ടേം എടുക്കുക, എക്സ് മൈനസ് എൻ ഇൻറ്റു ടി. ഓക്കെ, ടി എന്ന് പറയുമ്പോൾ ഡ്യൂറേഷൻ ആണ്. സോ ഡ്യൂറേഷൻ ഈസ് ഡെൽറ്റ എക്സ്. എൻ എന്ന് പറയുമ്പോൾ കെ വൺ അല്ലെ, കെ വണ്ണും കെ ടു ആണ്. സോ ഫസ്റ്റ് ടേമിൽ എൻ കെ വൺ കോമ വൈ, ടിക്ക് പകരം വൈ മൈനസ്, അപ്പോൾ ഇവിടെ എൻ കെ ടു ആവും ഇൻറ്റു ഡ്യൂറേഷൻ ഡെൽറ്റ വൈ. ഓക്കെ, ഇതാണ് 2D ഇമേജിന്റെ കോം ഫംഗ്ഷൻ വരുന്നത്. Okay, the 2D comp function is the rectangular grid of points and is shown above. The spaces between the successive grid on x and y direction are delta x and delta y. ഈ ഡയറക്ഷന്റെ സ്പേസ് നമ്മൾ delta x delta y പറഞ്ഞു. നമ്മൾ പറഞ്ഞു after multiplying analog signal with the 2D comp function we get a discrete image. Then അപ്പോൾ discrete image കിട്ടാനുള്ള ഇക്വേഷൻ ആണ് f of m, n. discrete image കിട്ടണമെങ്കിൽ analog image f of x, y into com function xy delta x delta y. ഓക്കെ, കോം ഫംഗ്ഷൻ നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. ഈ ഒരു വാല്യൂ, ഓക്കെ, ആ വാല്യൂ എഴുതി കോം ഫംഗ്ഷന് പകരം k1 k2 del of x minus k1 delta x x. ഓക്കെ, അത് നമ്മൾ അങ്ങനെ എഴുതി. ഇനി നെക്സ്റ്റ് ഈ ഡെൽ വാല്യൂ വെച്ചിട്ട് എഫ് ഓഫ് എക്സ് കോമ വൈന് എന്ത് എഴുതി, എഫ് ഓഫ് k1 ഡെൽറ്റ എക്സ് കോമ k2 ഡെൽറ്റ വൈ. എക്സിന് പകരം k1 ഡെൽറ്റ എക്സും വൈന് പകരം k2 ഡെൽറ്റ വൈ. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. അത് ഫൈനലല്ല, ഡിജിറ്റൽ ഇമേജിന്റെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടുന്നത്. അതായത് k1 k2 ആയിട്ട് സമ്മേഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ സമ്മേഷൻ, അതായത് ഇത് കോം ഫംഗ്ഷന്റെ, ഇത് എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് എക്സിനെ k1 ഡെൽറ്റ എക്സും വൈനെ k2 ഡെൽറ്റ വൈ ആയിട്ട് റീപ്ലേസ് ചെയ്യും. We know that convolution in spatial domain is equal to multiplication frequency. ഇവിടെ നമ്മൾ എന്താണ് ടൈം ഡൊമൈനിലാണ് പറയുന്നത്. ഇതിനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ടൈം ഡൊമൈൻ ഇസ് ഈക്വൽ ടു കൺവല്യൂഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. അപ്പൊ ഇതിനെ ഫ്രീക്വൻസി ഡൊമൈനിൽ ചെയ്യുമ്പോൾ ഇതിനെ കൺവല്യൂഷൻ ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ വൈസ് വെർസ. For analyzing frequency domain, take the Fourier transform. Fourier transform എടുക്കണം. ആദ്യം കോം ഫംഗ്ഷന്റെയും അനലോഗ് ഇമേജിന്റെയും അതുപോലെ തന്നെ 2D കോം ഫംഗ്ഷന്റെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, Fourier transform എടുക്കണം. എന്നിട്ട് അതിനെ രണ്ടിനും കൺവല്യൂഷൻ ചെയ്താൽ മതി. ഇവിടെ ടൈം ഡൊമൈനിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അപ്പോൾ ഫ്രീക്വൻസി ഡൊമൈൻ നമുക്ക് കൺവല്യൂഷൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് രണ്ടിന്റെയും Fourier transform കാണണം. സോ ഫസ്റ്റ് നമുക്ക് കോം ഫംഗ്ഷന്റെ Fourier transform കാണാം. സോ കോമ്പിന്റെ Fourier transform, ഓക്കെ, എഫ് ഓഫ് എക്സ് കോമ വൈ അനലോഗ് സിഗ്നലിന്റെ Fourier transform ചെയ്യുമ്പോൾ വി ഗെറ്റ് എഫ് ഓഫ് omega1 omega2 എന്നുള്ള ഫോമിൽ കിട്ടും. ഓക്കെ, ഇതിന് പകരം ഇനി ഈ ഒരു സെക്ഷന് പകരം, ഓക്കെ, ഇനി നമുക്ക് കോംബോ ഫംഗ്ഷനെ നമുക്ക് Fourier transform എടുക്കുമ്പോൾ കോംബോ ഓഫ് എക്സ് വൈ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഇസ് ഇൻറ്റു Fourier transform വി ഗെറ്റ് കോംബോ ഓഫ് omega1 omega2. ഓക്കെ, കോംബോ ഓഫ് എന്നുള്ള കേസ്. ഇനി കോംബോ ഓഫ് omega1 omega2 എന്ന് കാണുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു കോംബോ കാണുന്നതിനുള്ള ഇക്വേഷന്. സോ ഈ ഒരു ഫോമാറ്റിലാണ് വരുന്നത് 1 by delta x delta y. സോ ഇവിടെ ലിമിറ്റ് നമുക്ക് ഡിഫറെന്റ് ലിമിറ്റ് കൊടുക്കണം. p equal to minus infinity to infinity summation, then q equal to minus infinity to infinity del of ഈ ഒമേഗ എന്നുള്ളത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഈ ഒരു ടേമിന് പകരം നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ വി ഗെറ്റ് omega1 minus p by delta x comma omega2 minus q by delta y. Okay, here omega1, okay, x ഞാൻ റീപ്ലേസ് ചെയ്യുന്നത്. സോ എക്സ് മൈനസ് omega1 മൈനസ് k1 delta x is equal to p ആണെങ്കിൽ
K1 is equal to P by delta x. So omega 1 minus P by delta x, omega 2 minus P by Q by delta y. ഇതാണ് കോം ഫംഗ്ഷന്റെ Fourier transform. That is 1 by delta x delta y കോംബോ ഓഫ്, അപ്പോൾ കോം ഫംഗ്ഷൻ വരുന്നത് ഒമേഗ 1 ഒമേഗ 2 അതുപോലെ തന്നെ 1 by delta x 1 by delta y ഈ ഫോമിൽ എഴുതാം. ഓക്കെ, ഇതാണ് കോം ഫംഗ്ഷന്റെ Fourier transform. ഇനി ഈ കോമ്പിന്റെ സ്പെക്ട്രം, അതായത് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഞാൻ സ്പെക്ട്രം പറയാം. ദിസ് spectrum of comb function is convolved with the spectrum of analog image. Analog imageും ഈ ഒരു കോം ഫംഗ്ഷന്റെ Fourier transform തമ്മിൽ കൺവല്യൂഷൻ ചെയ്യുന്നു. സോ എഫ് ഓഫ് ഒമേഗ 1 ഒമേഗ 2 is equal to, this is the നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന്റെ Fourier transform of ഒമേഗ 1 ഒമേഗ 2 കൺവല്യൂഷൻ കോംബോ ഓഫ് ദിസ് വാല്യൂ ഒമേഗ 1 ഒമേഗ 2. ഓക്കെ, Fourier transform ചെയ്തത്. നൗ എഫ് ഓഫ് ഒമേഗ 1 ഒമേഗ 2 കൺവല്യൂഷൻ, ഈ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ദിസ് ഇസ് ദ വാല്യൂ. അത് വേണ്ട നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നൗ 1 by delta x delta y പുറത്തെടുത്തു. ഓക്കെ, കൺവല്യൂഷൻ ചെയ്യുമ്പോൾ വി ഗെറ്റ്, ഓക്കെ കൺവല്യൂഷൻ ചെയ്യുമ്പോൾ എഫ് ഓഫ് ഒമേഗ 1 ഒമേഗ 2നെ നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മ കെ എൽ എഫ് ഓഫ് ഒമേഗ 1 മൈനസ് കെ ഒമേഗ 2 മൈനസ് എൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നൗ ഹിയർ സിഗ്മ പി ക്യൂ del of k minus p by delta x k l minus q by delta y. ഓക്കെ, കെയിലും എല്ലിന്റെ ടേമിൽ നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ്, as summation is a linear operator we can interchange the order of summation. linear operator ആയതുകൊണ്ട് നമ്മൾ സമ്മേഷന്റെ ഓർഡർ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. സോ ഈ ഒരു സമ്മേഷന്റെ ഓർഡർ കെ എൽ എന്ന് പറഞ്ഞത് നമ്മുടെ ഇൻപുട്ട് ഇമേജിന്റെ സമ്മേഷൻ ആണ്. ഇത് കോം ഫംഗ്ഷൻ സമ്മേഷൻ. ഇതിനെല്ലാം നമുക്ക് ഒരു സൈഡിലോട്ട് കൊടുക്കാം. ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ 1 by delta x delta y ഇൻറ്റു എല്ലാ സമ്മേഷനും ഒരുമിച്ച് എഴുതി എഫ് ഓഫ് ഒമേഗ 1 മൈനസ് കെ get to minus L and this value അങ്ങനെ എഴുതി. ഓക്കെ, ഈ ഇമ്പൾസ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഒരു ഫംഗ്ഷനെ ഇൻറ്റു ഡെൽ ഓഫ് ഒരു ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ഒമേഗ 1 മൈനസ് പി ബൈ ഡെൽറ്റ എക്സ് കോമ ഒമേഗ 2 മൈനസ് എല്ലിന് പകരം ക്യൂ ബൈ ഡെൽറ്റ വൈ. ഇങ്ങനെയാണ് ഒരു ഡെല്ലിന്റെ ഒരു ഫംഗ്ഷൻ, ഒരു ഇമ്പൾസ് ഫംഗ്ഷന്റെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോമിൽ എഴുതുക. എഫ് ഓഫ് എഫ് ഇൻറ്റു ഡെൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ എഫ് ഓഫ് ഒമേഗ 1 മൈനസ് പി ബൈ ഡെൽറ്റ എക്സ്, ഓക്കെ ക്യൂ ബൈ ഡെൽറ്റ എക്സ്. സോ ഈ കെ എൽ നമ്മുടെ പി ക്യൂ എന്നുള്ള ടേം നമുക്ക് എന്ത് ചെയ്യാം, ഈ കെ എല്ലിന്റെ ലിമിറ്റും പി ക്യൂന്റെ ലിമിറ്റും സെയിം ആണ്. നമുക്ക് എന്ത് എഴുതാൻ മതി, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പൊ എഫിന്റെ ലിമിറ്റ് ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുക, ഡെല്ലിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇതാണ് impulse function the property. So f of omega 1 omega 2 is equal to 1 by delta x delta y sigma p sigma q f of omega 1 minus p by delta x comma omega 2 minus q by delta y. So this is the final equation for digital image. Digital അതായത് analog image digital image and form function use ചെയ്തിട്ടുള്ള final function. So com function analog signal comb function കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ഡിജിറ്റൽ സിഗ്നൽ കിട്ടി. സോ ഈ ഇക്വേഷനും അതുപോലെ നമ്മൾ നോർമലി അനലോഗിനെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ഇക്വേഷനും തമ്മിൽ ചെറിയ റിസംബ്ലൻസ് ഉണ്ടാവും. സോ 1/4 പറയില്ല. ഓക്കെ, ഇന്റഗ്രേഷൻ സെയിം 1 by delta x 1 by delta അവിടെ ഉണ്ട്. K1 K2 എന്നുള്ളതിന് പകരം അവിടെ പി ക്യൂ സമ്മേഷൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, പി ക്യൂ സമ്മേഷൻ എഫ് ഓഫ് എന്നുള്ളതിന് പകരം ഒമേഗ 1 മൈനസ് പി ബൈ ഡെൽറ്റ എക്സ് എന്നുള്ളതിന് സെയിം ആയിട്ട് എഫ് ഓഫ് ഒമേഗ 1 മൈനസ് 2 K1 ബൈ ഡെൽറ്റ എക്സും ഒമേഗ 2 മൈനസ് 2 K2 ബൈ ഡെൽറ്റ വൈയും. ഓക്കെ, സോ അവർ രണ്ട് ഇക്വേഷൻ തമ്മിൽ ഒരു റിസംബ്ലൻസ് ഉണ്ട്. സോ രണ്ട് വേയിൽ നമുക്ക് അനലോഗ് ഇമേജിനെ ഡിജിറ്റൽ ഇമേജ് ആക്കാം. രണ്ട് വേസ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.